കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് പ്രഗ്നൻസി കൃത്യമായിട്ട് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം വരെയുള്ള സമയം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു വർഷം വരെയുള്ള സമയം, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് നോർമലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും പീരീഡ്സ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. ഡോക്ടറെ കണ്ടതിന് ശേഷം ഫർദറായിട്ട് സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷനും ടെസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻ തരും. അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടോ IUI ഒക്കെ ചെയ്തിട്ടോ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റാണ് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പേറ്റൻസി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. HSG എന്നാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ ഷോർട്ട് ഫോം. ഹിസ്റ്റീരിയോ സാൽപിംഗോഗ്രഫി എന്നാണ് ഫുള്ളായിട്ടുള്ളൊരു പേര്. ആ പേര് അധികം ആരും യൂസ് ചെയ്യാറില്ല. HSG ടെസ്റ്റ് എന്നാണ് ഈ ഒരു ടെസ്റ്റിനെ പറയാറ്. HSG ടെസ്റ്റ് നമ്മുടെ ട്യൂബിന് എത്രത്തോളം അതിനെ കടത്തിവിടാനായിട്ട് സ്പേമും അതുപോലെ അണ്ടവും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂബ് ടെസ്റ്റ് പലപ്പോഴും ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഈ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിലും അല്ലെങ്കിൽ റീസൺ കണ്ടുപിടിക്കാൻ പറ്റാത്ത, അതായത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്ന ആളുകൾക്കും ഈ ഒരു ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഉടനെ തന്നെ നിങ്ങൾ പോയി പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, 3 മാസമായിട്ടും പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ ഉടനെ പോയി നിങ്ങൾ ട്യൂബ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് നമുക്ക് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പീരീഡ്സിൻ്റെ ഒരു 6നും അതുപോലെ 9 ഡേയ്സിനും ഉള്ളിലായിരിക്കും നമുക്ക് ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്ന കൃത്യം ഡേറ്റിന് തന്നെ നിങ്ങൾ ട്യൂബ് ടെസ്റ്റിന് വേണ്ടി പോകേണ്ടത് അത്യാവശ്യമാണ്. 9th ഡേ കഴിഞ്ഞു പോയി കഴിഞ്ഞ് ചില ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഓവുലേഷൻ നടക്കുന്നുണ്ട്. മറ്റു ചില ആളുകൾക്കെന്ന് പറയുമ്പോഴേക്കും കൃത്യമായിട്ട് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻ കേസ് എഗ്ഗ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻ കേസ് അണ്ടവും ബീജവും തമ്മിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കൃത്യം ടൈമിൽ തന്നെ നിങ്ങൾ ട്യൂബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുക. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പീരീഡ്സിൻ്റെ 6th ഡേ മുതൽ 9th ഡേ വരെയുള്ള ഒരു ടൈം ഗ്യാപ്പിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം. ആ ഫുഡ് ഒരു 2-3 hours മുമ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തണം കേട്ടോ. അതുപോലെ തന്നെ ട്യൂബ് ടെസ്റ്റിന് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊരു ബൈസ്റ്റാൻഡറായിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ഏതെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഇനി ഈ ട്യൂബ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. സെർവിക്സിലൂടെ ഒരു കാത്തീറ്റർ അകത്തേക്ക് ഇതിൽ കടത്തിവിടും. അതിനുശേഷം ഇതിലോട്ട് ഒരു ഡൈ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്യൂബ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഡൈ രണ്ടും പുറത്തേക്ക്, അതായത് ഫലോപ്പിയൻ ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, തടസ്സമൊന്നുമില്ലാതെ ഫുള്ളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ട്യൂബിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് അവിടെ നമ്മൾ ഊഹിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ട്യൂബ് നോർമലാണോ, അതുപോലെ സെർവിക്സിൻ്റെ പാത്ത് നോർമലാണോ, നമ്മുടെ യൂട്രസ് നോർമലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂബ് ടെസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇതെല്ലാത്തിലും കറക്റ്റായിട്ട് ആ ഡൈ പുറത്തേക്ക് വരികയാണെങ്കിൽ ട്യൂബിൻ്റെ ആ ഒരു പേറ്റൻസി ഒക്കെ കംപ്ലീറ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അതല്ലാത്ത ആളുകൾക്ക് ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഡൈ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാതെ നിൽക്കാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദന അതികഠിനമായിട്ടുണ്ടാവുമോ, നമ്മൾ പൊളയോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നവരുണ്ട്. ഏത് ടെസ്റ്റ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇത് കടത്തി വിടുമ്പോഴേക്കും നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാകും. കാരണം ഒരു അവയവം നമ്മുടെ വജൈനയുടെ അകത്തേക്ക് കടന്ന് പോകുമ്പോഴേക്കും നമുക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാകും. അത് ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ കാമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേദനയും ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ അത് ഒരുപാട് ആലോചിച്ച് നിങ്ങൾ കുഴപ്പിക്കാതെ നിങ്ങൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏറ്റവും കൂടുതൽ ഈ ഒരു പെയിൻ ആണെങ്കിലും ഡിസ്കംഫേർട്ട് ആണെങ്കിലും വരുന്നത് ട്യൂബ് ബ്ലോക്ക് ഉള്ള ആളുകൾക്കായിരിക്കും. ബ്ലോക്ക്
ഇല്ലാത്ത ആളുകൾക്ക് അത്രയും ഡിസ്കംഫർട്ട് കുറവായിരിക്കും. നമുക്ക് പീരിയഡ്സിൻ്റെ ഒരു സെക്കൻഡ് ഡേക്ക് ഉണ്ടാവുന്നത് പോലുള്ളൊരു വേദനയില്ലേ, അത്തരത്തിലുള്ള വേദന നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് നമ്മൾ വേദന കൊണ്ട് പൊളയുന്ന തരത്തിലുള്ള വേദനയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രോസസ്സ് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ചെറുതായിട്ട് സ്പോട്ടിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും വേദന ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ഒക്കെ കൊടുക്കാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പെയിൻ കില്ലർ ആണെങ്കിലും വേദന ഒരുപാടില്ലെങ്കിൽ നിങ്ങളൊന്ന് കഴിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പീരിയഡ്സിൻ്റെ പോലെയുള്ള വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വേദന അല്ല കേട്ടോ, പീരിയഡ്സിൻ്റെ പോലുള്ള വേദന നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി നല്ലതുപോലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെയിൻ കില്ലർ കഴിച്ച് കിടക്കുക. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞ കൃത്യം സമയത്ത് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഡൈ നിങ്ങളുടെ യൂട്രസിനകത്തും അതുപോലെ ട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. മൈൽഡ് ആയിട്ടുള്ള വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വേദന വരുമ്പോഴേക്കും പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡിൽ നിങ്ങൾ പെയിൻ കില്ലേഴ്സ് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ട്യൂബ് ടെസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റ് വേണോ എന്നുള്ളതൊക്കെ. നമുക്ക് ഡിസ്കംഫർട്ട് ശരീരത്തിലും വേദന അസ്വസ്ഥതയൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നിങ്ങൾ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുക. ഏറ്റവും കൂടുതൽ ഈ ട്യൂബ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബൊക്കെ ഒന്ന് ക്ലിയർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോകുന്ന അത് ക്ലിയർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 സൈക്കിളിൽ തന്നെ കൺസീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കൺസീവ് ആവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു തവണ ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് 2-3 മാസം കഴിയുമ്പോഴേക്കും ഡോക്ടർ അഗെയിൻ ട്യൂബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചാൻസസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു മാസം നമ്മൾ ചെയ്ത ഒരു ബോഡി കണ്ടീഷൻ ആയിരിക്കില്ല ഒരു 2-3 മന്ത്സോ അല്ലെങ്കിൽ ഒരു 6 മന്ത്സോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ട്യൂബിനും നമ്മുടെ സർവിക്സിനും നമ്മുടെ യൂട്രസിനും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ അടഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ട്യൂബിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കാറോ മറ്റുള്ള ബ്ലോക്കേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ IVF മുഖേനയോ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. IUI നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഫലോപ്പിയൻ ട്യൂബ് ആവശ്യമുണ്ട്. കാരണം ഇത് സെമനകത്തേക്ക് കടത്തി വിട്ടാലോ ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് ബ്ലോക്കേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞവർക്കൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് പ്രഗ്നന്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ അല്ലാത്ത ആളുകൾക്കൊക്കെ IVFന്റെ പ്രൊസീജിയർ എടുക്കാവുന്നതാണ്. IVF ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ ഡോക്ടർ ഒരു തവണ നിങ്ങൾക്ക് IVF നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അറിഞ്ഞിട്ടായിരിക്കും IVF നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഡോക്ടറെ മാറ്റണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ട്രീമിലോട്ട് നിങ്ങൾക്ക് ചികിത്സ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഏജ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വന്തം ഇതിൽ തന്നെ അതായത് നമ്മുടെ ആ ഒരു എഗ്ഗ് എടുത്തിട്ടും പുരുഷൻ്റെ സ്പേം എടുത്തിട്ടും തന്നെ ഒരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളത് ഒരുപാട് നിങ്ങളത് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. കാരണം ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് എഗ്ഗിൻ്റെ ക്വാളിറ്റിയും സ്പേമിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡോണർ എഗ്ഗ് ചിലപ്പോൾ പ്രിഫർ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അത് ഓവർകം ചെയ്യാനായിട്ട് ഡോക്ടർ IVF പറയുമ്പോഴേക്കും പറ്റുമെങ്കിൽ നിങ്ങളത് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് കൺസീവ് ആകുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ IVF ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ട്യൂബ് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. നമുക്ക് വേദന ഉണ്ടാകും, ഒരുപാട് പേർക്കുണ്ടാകുന്ന സംശയമാണ് വേദന കൊണ്ട് ഈ ടെസ്റ്റ് ചെയ്യാതെ മാറ്റി കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഇതിനേക്കാളും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേദന സഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ആ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നോർമൽ ഡെലിവറി നടത്തണമെങ്കിലും അതിലും നമുക്ക് ഒരുപാട് വേദനയുണ്ട്. C-സെക്ഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരുപാട് വേദന നമ്മൾ സഹിക്കേണ്ടി വരും. ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച 2 ആഴ്ച വരെ നമ്മൾ ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോഴേക്കും ഈ ട്യൂബ് ടെസ്റ്റ് ഒന്നുമില്ല. ആ വേദന സഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂബ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 2-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ
2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ നോക്കി തിട്ടപ്പെടുത്തി എടുക്കുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ കലണ്ടറിൽ മാത്രം നോക്കുക. ഫോണിലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് കലണ്ടർ യൂസ് ചെയ്യുക. ചില മാസങ്ങൾ 30, 31 ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഒഴിവാക്കാനാണ് നിങ്ങളത് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് പോകുന്നതാണ് നമുക്ക് അങ്ങനെ സ്പോട്ടിംഗ് ആയിട്ടുണ്ടാകുന്നത്. ഭയങ്കരമായിട്ട് ഡാർക്ക് കളറുള്ള ബ്ലഡ് ആയിരിക്കും നമുക്ക് പോകുന്നത്. ആ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ചോര പോയി തുടങ്ങിയത് ആ ദിവസത്തെ നിങ്ങൾ day 1 ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.